വെൽക്കം ടു മാത്തമാറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫൊറിയർ സൈൻ സീരീസാണ് പറഞ്ഞത്. അതിലൊരു പ്രോബ്ലം ചെയ്തു. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വേർ മൈനസ് പൈ ലെസ് താൻ എക്സ് ലെസ് താൻ പൈ ആൻഡ് എഫ് ഓഫ് എക്സ് പ്ലസ് 2π ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള 2π പീരിയഡിക് ഫംഗ്ഷൻ ചെയ്തു. നമ്മൾ സീരീസൊക്കെ കണ്ടു. അതിൽ നിന്ന് മാധവ് ഗ്രിഗറി സീരീസ് കണ്ടു. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. വേറൊരു എക്സാമ്പിളാണ് ഇത്. സെക്കൻഡ് എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1 + x മൈനസ് പൈ ലെസ് താൻ എക്സ് ലെസ് താൻ 0 ആൻഡ് 1 + x വേർ 0 ലെസ് താൻ എക്സ് ലെസ് താൻ പൈ. ഇത് നേരിട്ട് കണ്ടാൽ നമുക്കിത് എന്തല്ല, കണ്ടാൽ പെട്ടെന്ന് ഇത് ഓഡ് ഫംഗ്ഷൻ ആണെന്നൊന്നും അറിയില്ല. നമ്മളിപ്പോൾ ഓഡ് ഫംഗ്ഷൻ്റെ സൈൻ സീരീസിലാണുള്ളത്. ദാറ്റ് ഈസ് ഓഡ് ഫംഗ്ഷൻ വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ അത് -π എന്ന ഇൻ്റർവെൽ ഡിഫൈൻ ചെയ്യുമ്പോൾ അപ്പോഴാണ് അതെന്താ സൈൻ സീരീസ് ആവുക. അങ്ങനെയുള്ള സെക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കണം എന്തായാലും. അങ്ങനെയുള്ള ചോദ്യം നമുക്ക് തരുന്നത് ഓഡ് ഫംഗ്ഷൻ്റെ. അങ്ങനെയാണെങ്കിൽ ഇത് ഓടാണെന്ന് എങ്ങനെ തെളിയിക്കുക? ക്ലിയർലി ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്. ക്ലിയർ ഒന്നുമല്ല, ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്. ടു പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ആൻ ഓഡ്, ടു പ്രൂവ് ദാറ്റ് എഫ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ ലെറ്റ് -π ലെസ് താൻ എക്സ് ലെസ് താൻ 0. ആദ്യം ഞാൻ എക്സ് -π ലെസ് താൻ എക്സ് ലെസ് താൻ 0 എടുത്ത് ദെൻ എഫ് ഓഫ് എക്സ് എന്താ വരിക? ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഈ ഇൻ്റർവെൽ എഫ് ഓഫ് എക്സ് എന്താ? -1 + x ആണ്. നൗ എഫ് ഓഫ് -x എന്താ വരിക? എഫ് ഓഫ് -x വരിക. നൗ എഫ് ഓഫ് -x വരുന്നതിന് മുന്നേ ആദ്യം -x എവിടെ കിടക്കുക നോക്കുക. നൗ -x എവിടെ ഉണ്ടാവും? നൗ എക്സ് ഇവിടെയാണ് ഉള്ളതെങ്കിൽ ഇതിൽ ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 0 ലെസ് താൻ -x ലെസ് താൻ -π. ദെൻ എഫ് ഓഫ് -x എവിടെ ഉണ്ടാവുക? -x ഉള്ള 0πൻ്റെ ഇടയിലാണുള്ളത്. 0πൻ്റെ ഉള്ളിലാണ് -x ഉള്ളത്. 0πയുടെ ഉള്ളിലുള്ള ഏതൊരാളെയും എഫ് എങ്ങോട്ടാ മാപ്പ് ചെയ്യുക? 1 + x. ഇവിടെ ഒരു വൈനെ 0 ലെസ് താൻ y ലെസ് താൻ π എന്ന് വിചാരിച്ചോ. അപ്പോൾ എഫ് ഓഫ് y എന്താ വരിക? 1 + y ആ വരിക. ഓക്കെ, ഈ എക്സ് ഒക്കെ മാറ്റി വൈ വിചാരിക്കുക മനസ്സിൽ. അപ്പോൾ എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 1 + y. എപ്പോൾ വൈ എവിടെ ഉണ്ടാകുമ്പോൾ 0πയിൽ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ വൈ ആണ് -xനെ വൈ എന്ന് വിചാരിക്കുക. വൈ 0πയിലായതുകൊണ്ട് എഫ് ഓഫ് വൈ എന്താ വരിക? എഫ് ഓഫ് വൈ വരിക 1 + y. 1 + y. 1 + y എന്നാണ് -x. 1 - x എന്ന് കിട്ടുക, വിച്ച് ഈസ് ഈക്വൽ ടു 1 - x. 1 - x വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് x - 1. which is equal to minus of x - 1, which is equal to ഇതെന്താ സാധനം? ഇതാണ് x - 1. ഇത് x - 1 ആണ്. ഇത് f of x x - 1 ആണ്, which is equal to minus of what is x - 1? x - 1 is f of x minus of f of x. So in this case -π ലെസ് താൻ എക്സ് ലെസ് താൻ 0 എന്ന ഈ കേസിൽ, ഫസ്റ്റ് കേസിൽ f of -x എന്താണ്? മൈനസ് ഓഫ് f of x. ഫസ്റ്റ് കേസിൽ ഓക്കെ. നൗ ലെറ്റ് 0 ലെസ് താൻ എക്സ് ലെസ് താൻ പൈ. എക്സ് 0π എന്നുള്ള രണ്ടാമത്തെ ഇൻ്റർവെൽ എടുത്ത് അങ്ങനെയാണെങ്കിൽ -x എവിടെ ഉണ്ടാകുക? ദെൻ -x ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വരിക 0 > -x > -π എന്ന് വരും. ഇങ്ങനെ വരിക -π ലെസ് താൻ -x ലെസ് താൻ 0 എന്നാണ് വരിക. ത്രൂ ഔട്ട് നെഗറ്റീവ് കൊടുത്താൽ ഇത് -π ആവും, എന്നിട്ട് ഇത് ലെസ് താൻ ആവും, -x ആവും, ലെസ് താൻ ആവും, -0 എന്ന് പറഞ്ഞാൽ 0 തന്നെ. -π ലെസ് താൻ -x ലെസ് താൻ 0 എന്ന് വരും. -xനെ y എന്ന് വിചാരിച്ചോ. -π ലെസ് താൻ -x ലെസ് താൻ 0. -xനെ y എന്ന് വിചാരിച്ചോ. y എവിടെയുള്ള? -π 0 അല്ല, -π 0യിലുള്ള yനെ നമ്മൾ എഫ് ഓഫ് y എന്താ വരിക? -1 + y. ദെൻ എഫ് ഓഫ് -x ഈസ് ഈക്വൽ ടു എഫ് ഓഫ് -x വരിക, എഫ് ഓഫ് y വരിക ഈ ഇൻ്റർവെൽ ആയതുകൊണ്ട് -1 + y. -1 + -x. y എന്ന് പറഞ്ഞാൽ -x, which is equal to minus of 1 + x, which is equal to minus of, ഇവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? 0 ലെസ് താൻ എക്സ് ലെസ് താൻ പൈ ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താ? ദെൻ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് വരിക 0 ലെസ് താൻ എക്സ് ലെസ് താൻ പൈ ആവുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താ? 1 + x ആ. അപ്പം 1 + x ആണ് എഫ് ഓഫ് എക്സ്, മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. അഗെയിൻ എഫ് ഓഫ് -x ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻ ദിസ് കേസ് ഓൾസോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 + x എന്ന് എഴുതാം. ഓൾസോ ഇങ്ങനെയും കൂടി എഴുതാം, -π ലെസ് താൻ -x ലെസ് താൻ 0. Therefore f of -x is equal to -1 + -x equal to -of 1 + x minus f of x. So in both the case f of -x equal to minus of f of x. Therefore f is
ആൻ ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫാണ്. അപ്പോൾ ടെക്സ്റ്റിൽ ഇതിൻ്റെ പ്രൂഫ് കൊടുത്ത് അത്ര ക്ലിയർ അല്ല, ഇങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, നേരിട്ടുണ്ട് എഴുതുക ചെയ്തത്, അത് അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു ഓഡ് ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഈ ഫംഗ്ഷൻ നേരിട്ട് ചോദിക്കും. അപ്പോൾ ഇനി ഓടാണെന്ന് അറിയാത്തവർ ഫുള്ളായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. എന്തൊക്കെ ചെയ്യണോ, എ0ഉം എന്നും ബി എന്നും ഒക്കെ കാണണം. അപ്പോൾ അവർക്ക് കിട്ടും എന്ത്, എ0 ചെയ്താൽ 0 കിട്ടും, എൻ ചെയ്താൽ 0 കിട്ടും, ബി എൻ ചെയ്യുമ്പോൾ മാത്രം നോൺ സീറോ വാല്യൂ കിട്ടും. ഓക്കെ, ഓടാണെന്ന് മനസ്സിലാകാത്തവർക്ക് അത്രയും ചെയ്യേണ്ടി വരും. പക്ഷെ ഓടാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒരാൾക്ക് പിന്നെ എന്ത് ചെയ്താൽ മതി, എ0ഉം എന്നും വെറുതെ കണ്ട് സമയം ചിലവാക്കണ്ട, അവരെന്ത് ചെയ്താൽ മതി, ബി എൻ മാത്രം കണ്ടാൽ മതി. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ബി എൻ മാത്രം കണ്ടാൽ മതി എന്നർത്ഥം. ബി എൻ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക, ബി എൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക 1/π ഇൻറ്റു ബി എൻ. അപ്പോൾ ഇത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സസൈസ് ആണ്. കാരണം ഇതിലൊക്കെ ഉള്ള പ്രോബ്ലംസ് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഞാൻ അങ്ങനെ കുറേ ചെയ്തു, അത് കണ്ടതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടണം, അപ്പോഴേ കാര്യമുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ ആൻസറേ നിങ്ങൾക്ക് എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1/π അല്ല 1/π അല്ല, ബി എൻ കിട്ടുക 2/nπ ഇൻറ്റു 2/nπ ഇൻറ്റു 1 - 1 + π ഇൻറ്റു 1 - 1 + π ഇൻറ്റു -1/n. ഇത് കിട്ടണം. 2/nπ ഇൻറ്റു ബ്രാക്കറ്റ് 1 - 1 + π ഇൻറ്റു -1/n. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, എക്സ്പാൻഡ് ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ therefore ഫോറിയർ സീരീസ് എന്താ കിട്ടുക, ഫോറിയർ സീരീസ് ഈസ് ഗിവൺ ബൈ സമ്മേഷൻ bn f of x is equal to summation bn sin nx, which is equal to summation bn എന്ന് പറഞ്ഞാൽ 2/nπ ഇൻറ്റു 1 - 1 + π ഇൻറ്റു -1/n sin nx. This is the Fourier series. 2/nπ into 1 - 1 + π into -1/n into sin nx. This is the Fourier series. അപ്പോൾ ഇത് നിങ്ങൾ ഇത് കിട്ടണം. അപ്പോൾ ബി എൻ കണ്ടിട്ട് ഇത് കിട്ടണം നിങ്ങൾക്ക്. ഓക്കെ, ഇത് എക്സസൈസ് ആണ്, അത് കൃത്യമായിട്ട് നിങ്ങളെ നോട്ടിൽ കാണണം. ഓക്കെ, അസൈൻമെൻറ്റ്. ഇനി വേറൊരു പ്രോബ്ലം ഞാൻ തരാം, ഇതിൽ തരാം. ഇനി നമുക്ക് നോക്ക്, രണ്ട് ഫങ്ഷൻസിൻ്റെ സമ്മ് തന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇനി ഞാൻ ഇപ്പോൾ ഫോറിയർ സീരീസിലെ ഒന്നര പ്രോബ്ലം ഞാൻ ചെയ്തു, അതിൻ്റെ ബാക്കി അരഭാഗം ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു ബി എൻ. ഇനി വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 1-2 ക്വസ്റ്റ്യന് ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് നോട്ട് തരാം. അപ്പം തരുന്നതായിരിക്കും. 2 പ്രോബ്ലം കൂടി തരാം. അപ്പോൾ 4 പ്രോബ്ലം നമ്മൾ എന്തിൽ ചെയ്തു, സൈൻ സീരീസ് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇനി നോക്ക്, ഒരു ഫംഗ്ഷൻ π + x, f of x is equal to π + x. എന്നല്ല ക്വസ്റ്റ്യൻ നോക്കട്ടെ. f of x is equal to π + x minus π less than x less than π, minus π less than x less than π. ഓക്കെ, ഇവിടെ ഒരു തിയറം ഉണ്ട് നമ്മളെ കയ്യിലൊരു തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഫോറിയർ ഇത് ഈവനും അല്ല ഓടും അല്ല. ഈ ഫംഗ്ഷൻ ഈവൻ അല്ല ഓടും അല്ല അല്ലേ? കാരണം എന്താ, f of -x എന്താ വരിക, π - x, which is not equal to minus of π + x, which is not equal to π + x. ഇത് f of x അല്ല, മൈനസ് ഓഫ് f of x അല്ല. ദിസ് ഈസ് നൈദർ ഈവൻ നോർ ഓഡ്. ഈവനോ ഓടോ ആയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു. ഈവൻ ആണെങ്കിൽ നമുക്ക് കൊസൈൻ സീരീസ് കിട്ടും, ഓടാണെങ്കിൽ നമുക്ക് സൈൻ സീരീസും കിട്ടും. പക്ഷേ ഇത് ഈവനും അല്ല ഓടും അല്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ എന്ത് തന്നെ ചെയ്യണം, 3 കോഎഫിഷ്യൻറ്റും കാണണം, a0ഉം കാണണം, an കാണണം, bn കാണണം. പക്ഷെ നമുക്ക് നല്ലൊരു ട്രിക്ക് ഉണ്ട്, നല്ലൊരു കാര്യം എന്തുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുമെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കി, ഇതിനെ f of x ഞാൻ f1 of x + f2 എന്ന് എഴുതി. f1 + f2 എന്ന് എഴുതിയിട്ട് f1ൻ്റെ കോഎഫിഷ്യൻസ് കാണുക. f1ൻ്റെ a0ഉം f2ൻ്റെ a0ഉം കണ്ടിട്ട് കൂട്ടിയാൽ fൻ്റെ a0 ആയി. അതേപോലെ തന്നെ f1ൻ്റെയും f2ൻ്റെയും an-കൾ തമ്മിൽ കൂട്ടിയാൽ fൻ്റെ an ആയി. ദാറ്റ് ഈസ് ഫോറിയർ കോഎഫിഷ്യൻസ് of f1 and f2. Sum of Fourier coefficients of f1 and f2 is equal to the Fourier coefficient of f1 plus f2. f1 plus f2 ന്റെ Fourier coefficient എന്ന് പറഞ്ഞാൽ f1 ന്റെ Fourier coefficient plus f2 ന്റെ Fourier coefficient. That is a0 of f1 plus a0 of f2 is equal to a0 of f1 plus f2.
അതാണ് തിയറം. അതുകൊണ്ട് നമുക്കത് എളുപ്പം ചെയ്യാൻ പറ്റും. പൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏതാ? F1 എന്നുള്ള ഫംഗ്ഷൻ എന്താ? പൈ ആണ്, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്താ? ഈവൻ ഫംഗ്ഷനാണ്. F1 എന്ന് പറഞ്ഞത് ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ സൈൻ സീരീസ് കണ്ടെത്താൻ പറ്റും. ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. ഇത് F2 അല്ല കോസൈൻ സീരീസ് കണ്ടെത്താൻ പറ്റും. F2 എന്ന് പറഞ്ഞത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. എക്സ് f(x) x എന്നുള്ള ഫംഗ്ഷനാണ് F2. F2(x) x എന്നുള്ള ഫംഗ്ഷനാണ് ഇത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. F2(x) x നമ്മൾ നേരത്തെ എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ കണ്ടതാണല്ലോ. ആ സീരീസ് നമ്മൾ കിട്ടിയതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ സീരീസും കിട്ടിയിട്ട് കൂട്ടിയാൽ എന്തായി? f(x)ൻ്റെ സീരീസായി. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? അപ്പോൾ ഇതാണ് തിയറം എങ്ങനെ പറയുന്നത്. Sum of function. The Fourier coefficient of sum f1 plus f2. The Fourier coefficients of f1 plus f2 are the sum of the corresponding Fourier. Are the sum of the corresponding Fourier coefficients of f1 and f2. Fourier coefficients of f1 and f2. f1ൻ്റെയും f2ൻ്റെയും Fourier coefficientsൻ്റെ സമ്മ് ചെയ്താൽ f1 plus f2ൻ്റെ Fourier coefficient ആയി. അതുകൊണ്ട് തിയറം ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ എക്സാമ്പിളായിട്ട് f(x) is equal to pi plus x ഞാൻ ചെയ്യുന്നു. ഓക്കെ, മൈനസ് പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. ലെറ്റ് f1 of x is equal to pi and f2 of x is equal to x. f1 of x എന്താ? ഒരു ഈവൻ ഫംഗ്ഷനാണ്. f1 is an even function. f1 is even function. Therefore bn is equal to 0. a0 എന്ത് വരും? a0 വരെ 1/π into 2/π into integral 0 to pi dx എന്ന് വരും. pi dx. അപ്പോൾ വരിക പൈയും ക്യാൻസൽ ആയി പോകും. 2 into integral dx എന്ന് പറഞ്ഞാൽ 2x എന്ന് വരും. ഫ്രം 0 to pi. ആൻസർ ഈസ് 2π എന്ന് കിട്ടും. 2π ആൻസർ 2π കിട്ടും. a0 2π കിട്ടും. an എന്താ വരിക വെച്ചാൽ 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi. 0 ആയിരിക്കും an കിട്ടുക. കാരണം ഇത് Fourier സീരീസ് പൈൻ്റെ Fourier സീരീസ് പൈ തന്നെ വരിക. പൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്. കോൺസ്റ്റൻറ്റിൻ്റെ Fourier സീരീസ് കോൺസ്റ്റൻ്റ് തന്നെ വരിക ചെയ്യുക. അപ്പോൾ ഇവിടെ a0/2 എന്ന് പറയുമ്പോൾ 2π/2 പൈ എന്ന് കിട്ടും. മറ്റേ an ഫുൾ 0 ആയി പോകും. അപ്പോൾ സീരീസ് കിട്ടുക പൈ എന്നുള്ള ഫംഗ്ഷൻ്റെ സീരീസ് കിട്ടുക പൈ തന്നെ കിട്ടുക. നോക്ക് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi എന്ത് ഡി എക്സ് ആ? f(x) എന്താ? പൈ ഇൻറ്റു സൈൻ nx dx. അല്ല, പൈ ഇൻറ്റു കോസ് nx dx. കോസ് nx dx വിച്ച് ഈസ് ഈക്വൽ ടു 2/π. പൈയും ക്യാൻസൽ ആവും. 2 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് nx എന്ന് പറഞ്ഞാൽ സൈൻ nx/n. സൈൻ nx/n ഫ്രം 0 to pi which is equal to 0. നേരിട്ട് തന്നെ എഴുതുക. കാരണം സൈൻ nπയും 0 ആണ്, സൈൻ 0യും 0 ആണ്. സോ ഇറ്റ് ഈസ് 0. സോ ക്ലിയർലി an is 0. an 0 ആണ്. a0 2π ആണ്. bn ഉം 0 ആണ്. അതുകൊണ്ട് therefore Fourier series of f1 എന്താ കിട്ടുക? f1 of x is equal to 2π/2. 2π/2 plus 0 which is equal to pi. അപ്പോൾ f1 of x എന്താ? പൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. പൈ എന്ന ഫംഗ്ഷൻ്റെ Fourier സീരീസ് എന്താ? പൈ തന്നെ, വേറെ ഒന്നുമില്ല, അത് കൂട്ടാനൊന്നുമില്ല. ഈ രണ്ടാമത്തേൻ്റെ സീരീസ് എന്താ? അത് ഓൾറെഡി നമ്മൾ കണ്ടു. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ കണ്ടത്. രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാ? f2 of x is equal to x. f2 of x equal to x-ൻ്റെ ഓൾറെഡി സീരീസ് നമ്മൾ കണ്ടതാണ്. f2 of x is equal to f2 of x is equal to എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ടതാണ് Fourier സീരീസ്. അത് ഇങ്ങോട്ട് എടുത്തെഴുതുക. എന്തായിരുന്നു ആ സീരീസ്? f2 of x is equal to 2 into sin x minus f2 of x equal to 2 into sin x minus sin 2x/2 plus sin 3x/3 minus etc. അല്ലേ? ഓക്കെ, ഇതാണ്. Therefore Fourier series of f of x is given by f of x is equal to രണ്ടിൻ്റെയും സമ്മ്. നേരത്തെ ഇതെന്താ? പൈ. f1ൻ്റെത് പൈ, f2ൻ്റെതോ 2 into sin x minus sin 2x/2 plus sin 3x/3 plus etc. This is the Fourier series of
പൈ പ്ലസ് എക്സ് എന്ന ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പൈ പ്ലസ് എന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസാണിത്. നിങ്ങൾ എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തരുന്ന നോട്ടിൽ ഇത് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഈ പ്രോബ്ലം ഈ വിധത്തിലല്ലാതെ ഡയറക്റ്റ് മെത്തേഡിൽ ഈ ഫംഗ്ഷൻ എന്തല്ല ഈ തിയർ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തത്. തിയർ ഉപയോഗിക്കാഞ്ഞാൽ ഇത് ഓടും അല്ല ഈവനും അല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? തുടക്കത്തിൽ നമ്മൾ ചെയ്ത പോലെ ചെയ്യേണ്ടി വരും. എ നോട്ടും കാണണം, എ എന്നും കാണണം, ബി എന്നും കാണണം. അങ്ങനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇതേ സീരീസ് കിട്ടും. അത് വെരിഫൈ ചെയ്യുക. അത് ചെയ്താലും ഇതേ സീരീസാണ് കിട്ടുക എന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും നോട്ടിലുണ്ടായിരിക്കണം.